لو نودي إن الخلائق ليدخلون الجنة إلا رجلا واحدا خفت أن أكون أنا ذلك الرجل. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞെന്നറിയോ? പുറക്കാട് പ്രഭാഷണത്തിന്റെ സദസ്സിൽ ആകാംക്ഷയോടെ കടന്നു വന്ന പ്രിയപ്പെട്ട ഉപ്പ, നമ്മളും കാത്തിരിക്കുന്നത് പടച്ചവന്റെ സ്വർഗീയ ലോകമാണല്ലോ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പരിമളമാണല്ലോ, ആ സ്വർഗത്തിന്റെ അരുവിയാണല്ലോ, ആ സ്വർഗത്തിന്റെ കട്ടിലാണല്ലോ, ആ സ്വർഗത്തിന്റെ പനിനീരിനെയല്ലേ കൊതിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അവിടെ നിന്ന് സ്വർഗമുറപ്പിച്ച ആളാണല്ലോ. അല്ലാഹുവേ, ഇസ്രാ മിഅ്റാജ് കടന്നു വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഓ ഉമറേ, നിങ്ങളുടെ സ്വർഗം ഞാൻ കണ്ടു ഉമറേ, അതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല ഉമറേ. നിങ്ങൾ ദേഷ്യപ്പെട്ടാലോ എന്ന് പേടിച്ചിട്ട് കടന്നിട്ടില്ല ഉമറേ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ രാജകുമാരനായ ഖൽബിന്റെ മുത്തായ മനസ്സിന്റെ ഖൽബായ നബിയുൽ ഹറമൈ മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹി തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച ആളാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു പോവുകയാണ്, ഒരാൾ വിളിച്ചു പറയുന്നു, അല്ലാഹുവിന്റെ നരകത്തില്, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തില് അല്ലാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളെല്ലാം കടന്നു പോവുകയാണ്. ഇല്ല റജുലൻ വാഹിദാ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എല്ലാവരും കടന്നു പോവുകയാണ്. പടച്ചവന്റെ നരകത്തിലേക്ക് പോകുന്നത് ഒരേ ഒരാള് മാത്രമാണ്, ഒരേ ഒരാള് മാത്രമാണ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ നരകത്തിലേക്ക് പോകുന്ന ആ ഒരു മനുഷ്യൻ ഞാനാകുമോ, ഞാൻ പേടിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോകുന്നെങ്കിലോ, ഇന്നിവിടെ പ്രഭാഷണത്തിന് കടന്നു വന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹുവേ, പടച്ചവന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാ എന്നുള്ള ബാങ്കിന്റെ തുണിയൊന്ന് മുഴങ്ങി കേട്ടപ്പോ ഓ സമയം മുതൽ ചാടി എഴുന്നേറ്റ് പോയവരാട്. ഒരുപാട് നിസ്കരിച്ചെങ്കിലെന്താ, ഒരുപാട് സക്കാത്ത് കൊടുത്തെങ്കിലെന്താ, ഒരുപാട് സ്വതക്ക ചെയ്തെങ്കിലെന്താ, എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ഖൽബ് കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ കണ്ണുകൊണ്ട് കുറ്റം ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? കാതുകൊണ്ട് തെറ്റുകൾ കേട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലാഹുവേ, ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ, നന്മകൾ ചെയ്താൽ സ്വർഗം കൊടുക്കാമെന്ന് അല്ലാഹു ഇവിടെ നിന്ന് വാഗ്ദാനം പറയുമ്പോ ഉമർ തങ്ങൾക്ക് അല്ലാഹു സ്വർഗം കൊടുത്തു പോയ ആളാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടി കരഞ്ഞു പോയെങ്കിലും നേരം വെളുത്ത് ഇത്രയും സമയമായിട്ട് ഒരു ളുഹറിന്റെയോ അസറിന്റെയോ മഗ്രിബിന്റെയോ ഇശാഇന്റെയോ സമയത്ത് ഒന്നിരുന്നിട്ട് പടച്ച റബ്ബേ, നിന്റെ നരകം പേടിയാ. ഏതെങ്കിലും ഒരു സമയത്തിരുന്നിട്ട് ദാരിമിയോ നിങ്ങളോ അല്ലാഹുവേ നിന്റെ നരകത്തെ പേടിയാ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടോ? മഗ്രിബിന്റെ സമയം ചെല്ലാൻ പറഞ്ഞു, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ഇല്ലേ, ഇവിടെ വെള്ളിയാഴ്ചകളിലൊക്കെ ഉസ്താദുമാരൊക്കെ അവിടെ മെഹ്റാബിൽ കയറി നിന്നിട്ട് അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്സാപ്പിലും മൊബൈലിലും ഫേസ്ബുക്കിലും പറ്റൂല. അല്ലാഹു നല്ല മനസ്സോടുകൂടി ആമീൻ പറയണം. എന്താ, അല്ലാഹ് നിന്റെ നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയല്ലേ അല്ലാഹ് എന്നല്ലേ? പടച്ച റബ്ബേ, ഇരിക്കുന്ന ഒരാൾക്ക് നിന്റെ നരകം നീ കൊടുക്കല്ലേ പടച്ചോനെ. എന്നെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ മനസ്സറിഞ്ഞ ആമീൻ പറയും. ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് നമുക്ക് സ്വർഗം തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഉമർ തങ്ങൾ കരഞ്ഞു. നമ്മൾ കരയോ? നമ്മൾ ചിന്തിക്കില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അള്ളാന്റെ നരകമുണ്ട്, സ്വർഗമുണ്ട്, ഇതിനെ ഒക്കെ പറ്റി ചിന്തിക്കാൻ അല്ലാഹു നമുക്ക് നല്ല ചിന്താ മണ്ഡലം തന്നു. പക്ഷെ നമ്മൾ കേൾക്കൂല. നമ്മളിങ്ങനെ പോയതുപോലെ പാരിൽ നീലാവിൽ കുതിച്ചു ചാടും മനോജാമീ, പാരിൽ കനീവിൻ
ദീനായി പാരിലായി ചോരൈത്തും നീ കരുണക്കടലായ റബ്ബനാകെ മാറന്നു നീ അല്ലാഹുവേ ഓർക്കാതെ പാരിലാകെ നടന്നു നീ നോമ്പോ നമസ്കാരം പാരിലാകെ കളഞ്ഞു നീ ഉടയ പുരാനെ മറന്നു പാരിൽ താളിർത്തു നീ ദുനിയാവിൽ ഇങ്ങനെ പോവാൻ എപ്പോഴാണ് ഏത് സെക്കൻഡിൽ മരിക്കൂന്ന് ബോധമില്ല ഖബറും ഇല്ല മരണവും ഇല്ല എപ്പം മരിച്ചാലും കുഴപ്പമില്ല നീ ഒരു ചിന്ത ഞാൻ പറ്റൂല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മളോട് പഠിപ്പിക്കുന്നത് നമ്മുടെ ഖൽബിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോയില്ലേ ഹബീബ നമ്മളോട് പഠിപ്പിച്ചതാണ് ലഹും ഖുലൂബുൻ ലാ യഫഖഹൂന ബിഹാ ചിന്തിക്കാനുള്ള ചിന്താമണ്ഡലം അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്കില്ല വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട മക്കൾ ആ പ്രിയപ്പെട്ട പുന്നാര മക്കളും പ്രിയപ്പെട്ട ബാപ്പയും ഒത്തുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് ആ സമയത്ത് ഉമ്മ ഒന്ന് വിളിക്കുമ്പോ പാപ്പയൊന്ന് വിളിക്കുന്ന സമയത്ത് അല്ലാ എന്റെ ഉമ്മയാണ് എന്നെ വിളിച്ചത് എന്റെ ബാപ്പയാണ് എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്നൊരു മകനെ ഇന്ന് കാണാറുണ്ടോ മകളെ ഇന്ന് കാണാറുണ്ടോ അതേ സമയത്ത് മനസ്സിന്റെ ഉള്ളിൽ വരികയാണ് അല്ലാഹുവേ എന്റെ ഉമ്മാന്റെ എന്റെ ഉപ്പാന്റെ വിളി ഞാൻ കേൾക്കാതിരുന്ന യാ അല്ലാ ഉലൈക മഅവാഹുമുന്നാർ ബിമാ കാനൂ യക്സിബൂൻ അല്ലാഹുവേ ഞാൻ എൻ്റെ ഉമ്മയുടെ ബാപ്പയുടെ ഒന്നും വിളി കേൾക്കാതിരുന്നാൽ എന്റെ വാസസ്ഥലം നിന്റെ നരകാൻ അതുകൊണ്ട് എന്താണ് ഉമ്മ എന്താണ് ബാപ്പ എന്ന് ചോദിക്കുന്ന ഇത്ര മക്കളുണ്ട് ചിന്തിച്ചിട്ട് അള്ളാന്റെ നരകത്തെ പറ്റി ഓർത്തിട്ട് ഇന്ന് നമ്മുടെ പത്രങ്ങൾ എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും വാട്സപ്പ് എടുത്താലും എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഈ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ പോലും അവിടെ നിന്ന് വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തകളാണ് വല്ലാതെ വിഷമപ്പെടുത്തുന്ന വാക്കുകളാണ് അല്ലേ 16-17 കൊല്ലം പോറ്റി വളർത്തിപ്പോയ പ്രിയപ്പെട്ട ബാപ്പയെ പിന്നെ ഒന്നിനും കൊള്ളാത്തവനാക്കിയില്ലേ മക്കള് അതുവരെ അവിടെ നിന്ന് വല്ലാത്ത സ്നേഹം കൊടുത്ത് നേരം എടുത്ത് ഉറക്കമൊഴിച്ചിട്ട് ആ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം ഉച്ചക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ പൊന്നുമക്കൾക്ക് സ്കൂളിൽ ഭക്ഷണം കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം വെച്ചിട്ട് ബാഗിനകത്താക്കി തന്ന ആ ഉമ്മ ഇന്നത്തെ മക്കളെ കാരണം കരയണില്ലേ എന്റെ പ്രിയപ്പെട്ട മക്കളെ അള്ളാന്റെ നരകം നമ്മുടെ മുമ്പില് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ട് നല്ലത് കേൾക്കുന്ന മാതാപിതാക്കളെ കൊണ്ട് അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് ചിന്തിക്കണം മക്കൾ പടച്ച റബ്ബേ എന്റെ ഉപ്പ എന്ന് പറഞ്ഞ എന്റെ സ്വർഗാൻ എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എന്റെ സ്വർഗാൻ അവ രണ്ടുപേരും ഇല്ലെങ്കിൽ കഴിഞ്ഞല്ലോ മനസ പൂവാടി ഉള്ളിൽ നിറയുന്ന മാണിക്ക ചെപ്പല്ലോ സ്നേഹത്തിന് എന്നുമ്മ സൗഭാഗ്യ പൂമുഖമോ കണ്ടാലെന്നുള്ളത്തിൽ സന്തോഷ പൂമാല എന്നെ മൂടുന്നല്ലോ അമ്മിഞ്ഞ പാൽ തന്ന് അക്ഷരമതു തന്ന ഉറുമ്പരിക്കാതെന്നെ പോറ്റിയ പൊന്നുമ്മ ഉമ്മാന്റെ ചോട്ടില സ്വർഗമാതെന്നതാ മുസ്തഫ തങ്ങളും നന്നായി പറഞ്ഞതാ അല്ലാഹുവേ സമയം നമുക്ക് വളരെയേറെ കുറവാണ് പെട്ടെന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാനും കഴിയൂലല്ലോ അതുകൊണ്ട് ഞാനൊന്ന് ഓടിച്ചു പോവുകയാണ് ഇന്നിവിടെ കടന്നിരിക്കുന്ന മക്കൾ പഠിക്കുക പെൺമക്കൾ പഠിക്കുക ആൺമക്കൾ പഠിക്കുക നിങ്ങളെ പഠിപ്പിക്കുന്നതാരാ നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പയാ
16 കൊല്ലവും 17 കൊല്ലവും വിദേശ രാജ്യത്ത് പോയി കിടന്നുകൊണ്ട് പെടാപ്പാടുപെടുകയാണ്. എന്റെ പൊന്നുമോളെ, ഇന്നത് മറന്നു പോയില്ലേ നീ? എന്റെ പൊന്നുമോനെ, മറന്നു പോയില്ലേ നീ? ഈ തൊട്ടടുത്തതാ ഒരു വീട്ടിലേക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ കടന്നു പോവുകയാണ്. കണ്ണൂർ ജില്ലയിലാണ്. അല്ലാ അല്ലാ, ആ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുകയാണ്. മക്കളോട് ഞാൻ ചോദിച്ചു, ബാപ്പച്ചി എവിടെയാ, ബാപ്പ എവിടെയാൻ? ആ സമയത്ത് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ബാപ്പ വിദേശത്താ, നല്ല ജോലിയാണ് ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ പറയുമ്പോ ഞാൻ പറഞ്ഞു, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ദുആ ചെയ്തിറങ്ങി. ഇന്ന് നമ്മുടെ മഹല്ല് പ്രസിഡന്റിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാഹ് ആ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അവിടെ ആ പ്രിയപ്പെട്ട മക്കള് പറയാൻ, നമുക്കിവിടെ ഒന്നിനും ഒരു കുറവില്ല, നല്ല വീടാ. ആ പ്രിയപ്പെട്ട ഉപ്പ അവിടെ എന്റെ ഫോൺ നമ്പർ മേടിച്ച് എന്നെ വിളിക്കുകയാണ്. സൗദിയിലാണ് പ്രിയപ്പെട്ട സഹോദരനുള്ളത്. ഈ കഴിഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട റമദാനില് അല്ലാഹുവേ, നോമ്പ് ഒന്നിന് പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാര പോകാൻ ഈ ഉള്ള സാധു കടന്നു പോയപ്പോ അന്ന് എന്നെ വിളിച്ചിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഹറമിന്റെ മണ്ണിലേക്കൊന്ന് കടന്നു വരികയാണ്. അവിടത്തേക്കൊന്ന് കടന്നു വന്നിട്ട് പറഞ്ഞു പോവുകയാണ്, ഉസ്താദേ നിങ്ങൾ വന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്റെ വീട്ടിൽ പോയെന്നറിഞ്ഞു, എന്റെ മക്കളെ കണ്ടെന്നറിഞ്ഞു, അവർ നന്നായി ഭക്ഷണം തന്നല്ലോ, എന്റെ വീട്ടിന് കുഴപ്പമില്ലല്ലോ, അൽഹംദുലില്ലാഹ് ആര് വന്നാലും കിടക്കാൻ പറ്റുന്ന വീടാണ്. ആ സമയത്താ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഉപ്പ പറയാട്, ഉസ്താദേ ഒരു ദിവസം എന്റെ കൂടെ വന്ന് കടന്നു വരാവോ? ഞാൻ അവിടെ നിന്ന് സമ്മതം കൊടുക്കുകയാണ്. ഞാനും എന്റെ പ്രിയപ്പെട്ട കൂടെ ഉള്ള ഒരു ഉസ്താദും കൂടിയിട്ട് കടന്നു പോവുകയാണ്. അല്ലാ അല്ലാ, എന്തിനാ ഇത് പറയുന്നു എന്നറിയോ? മാതാവിനെ പിതാവിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തള്ളുന്ന നാണം കെട്ട നട്ടല്ലില്ലാത്ത മക്കളുണ്ടോ? ആ മക്കൾ അറിഞ്ഞിരിക്കാനാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ പറയുന്നത്. അല്ലാഹുവേ, അവിടെ നിന്നതാ കടന്നു പോവുകയാണ്. ചെല്ലുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു പോവുകയാണ്. ഒരൊറ്റ റൂമിന്റെ ഉള്ളിൽ ബാത്റൂമുണ്ട്. കിടക്കുന്നതും അതിന്റെ ചാരത്താണ്, ഭക്ഷണം ഉണ്ടാക്കുന്നതും അതിന്റെ ചാരത്താണ്. അല്ലാ, മനസ്സ് തകർന്നു പോവുകയാണ്. ഉസ്താദ്, ഇതെന്റെ കഷ്ടപ്പാടാട്, എന്റെ ദുഃഖമാ. എന്തിനാ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്നറിയോ? എന്റെ മക്കള് സന്തോഷിക്കട്ടെ, എന്റെ പൊന്നു മക്കള് സന്തോഷിക്കട്ടെ. അവര് സന്തോഷിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണല്ലോ. ഈ പ്രവാസ ലോകത്ത് കിടന്നുകൊണ്ട് എന്റെ ഭാര്യയെ കാണാൻ പറ്റൂല, എന്റെ മക്കളെ കാണാൻ പറ്റൂല. അവിടെ നിന്ന് കയറിപ്പോയാലോ എന്റെ മക്കൾ ഉദ്ദേശിക്കുന്ന കോലത്തിലേക്ക് എത്താൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് എത്ര ചൂട് കൊണ്ടാലും എനിക്ക് പ്രശ്നമല്ല. ഈ ബാത്റൂമിന്റെ സ്മെല്ല് സഹിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാലും പ്രശ്നമല്ല. എന്റെ മക്കള് കരയല്ലല്ലോ, എന്റെ പ്രിയപ്പെട്ടവള് കരയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെടുന്ന ഉപ്പ. എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാര് അതങ്ങുപേക്ഷിച്ചേക്ക്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ഇന്ന് പുറക്കാട് പള്ളിയുടെ പരിസരത്ത് കൂടിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പമാര് നേരം വെളുത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അതിനകത്ത് കൂലിപ്പണി ചെയ്യുന്ന ബാപ്പയില്ലേ, പാറ ചുമക്കുന്ന ബാപ്പയില്ലേ, മത്സ്യബന്ധനത്തിന് പോകുന്ന ബാപ്പയില്ലേ, അതുപോലെ ഏതൊരു കാര്യമാണോ ജോലിയായി കിട്ടുക, അവർക്ക് പനിയായാലെന്താ, അവർക്ക് പ്രയാസമായാലെന്താ, അവർക്ക് ദുഃഖമായാലെന്താണ്, മക്കളെന്നുള്ള ശരണമാണ്. ആ മക്കൾക്ക് വേണ്ടി ഉറക്കമൊഴിയുമ്പോ പൊന്നുമോളെ, ആ ബാപ്പയോട് സ്നേഹമുള്ള ഒരു മോള്, ആ ബാപ്പയോട് സ്നേഹമുള്ള ഒരു മകനും നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലൂടെ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടിയുമായി ചാറ്റ് ചെയ്യൂല, അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടുമായി ചാറ്റ് ചെയ്യൂല, നിങ്ങളുടെ ബോയ് ഫ്രണ്ടുമായി ചാറ്റ് ചെയ്യൂല. നിങ്ങളുടെ ബാപ്പ കണ്ടാൽ സമ്മതിക്കൂലെന്നറിയാ. അന്യ പുരുഷനിക്ക് വേണ്ടി സ്വന്തം മകള് മെസ്സേജ് അയക്കുന്നത് പ്രിയപ്പെട്ട ബാപ്പ കണ്ടാൽ സമ്മതിക്കൂല, സഹിക്കൂല. എന്നാൽ പൊന്നുമോളെ, എന്റെ ബാപ്പ ഉറങ്ങി, എന്റെ ഉമ്മ ഉറങ്ങിയല്ലോ,
എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പ്രൈവസി റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് വാതിലിന്റെ കുറ്റിയിട്ടുകൊണ്ട് നിന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി എന്റെ പൊന്നുമോള് നീ എവിടെ നിന്ന് മെസ്സേജ് അയച്ചു പോയാ പാപ്പാന്റെ കണ്ണ് വെട്ടിച്ചാലെന്താ ഇന്ന റബ്ബകലബിൽ മിർസാ പടച്ചവന്റെ ഒളിക്യാമറ ഉണ്ട് മോളെ. ആ ഒളിക്യാമറയെ തകർക്കാൻ നിനക്ക് പറ്റൂല. നിന്റെ ഉപ്പാക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നീ ചെയ്യുമ്പോ, നിന്റെ ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നീ ചെയ്യുമ്പോ, ആ സമയത്തൊക്കെ പടച്ചവന്റെ നരകത്തിലേക്കല്ലേ കടന്നു പോകുന്നത്. അവിടെ വെച്ചുകൊണ്ട് മരിച്ചാല് പൊന്നുമോളെ നിനക്ക് സ്വർഗമില്ലല്ലോ, പൊന്നുമോളെ നിനക്ക് സ്വർഗമില്ലല്ലോ. അല്ലാഹുവേ 16 കൊല്ലവും 17 കൊല്ലവും വിദേശത്ത് കടന്നുകൊണ്ട് ജോലി ചെയ്ത, പുറക്കാട് പള്ളിയുടെ പരിസരത്ത് കൂടെ നടന്നു പോയിട്ട് ജോലി ചെയ്ത എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പയുണ്ടല്ലോ, ആ ഉപ്പാന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഈ മകളാകുന്ന എന്നെ കൊണ്ട് വരുത്തിക്കാൻ പാടില്ലല്ലോ, ഈ മകനാകുന്ന എന്നെ കൊണ്ട് വരുത്തിക്കാൻ പാടില്ലല്ലോ. അല്ലാഹുവേ ഈ തൊട്ടടുത്ത് ഒരാഴ്ച പോലുമായിട്ടില്ല, ഈ തൊട്ടടുത്ത് ഒരാഴ്ച പോലുമായിട്ടില്ല ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് കരയുകയാ. ഒരു പാവപ്പെട്ട പൊന്നുമോളെ പാപ്പച്ച് കരയുകയാണ്. കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ പൊന്നുമകൾക്ക് ഒരുപാട് ആലോചനകൾ കടന്നു വന്നതാണ്, പക്ഷേ അവളൊരു പെണ്ണാതാ, അവളൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്ന് പറയാട് സഹിക്കുന്നില്ല ഉസ്താദ്. ഫോൺ വിളിച്ചുകൊണ്ട് ആ ഫോണിലൂടെ പോലും പൊട്ടിക്കരഞ്ഞു പോകുന്ന എത്രയോ ഉപ്പമാരാണ്. ആ ഉപ്പയോട് സ്നേഹമുള്ള പൊന്നുമോളെ, ആ ഉപ്പയോട് സ്നേഹമുള്ള പുറക്കാറുള്ള പൊന്നുമോളെ, ഇന്നിവിടെ വെച്ചിട്ട് ഈ കാണുന്ന മഹാനുഭാവന്റെ സമക്ഷത്തിൽ വെച്ചിട്ട് ഉറപ്പിക്കാൻ പറ്റുമോ? അല്ലാഹുവേ ഇന്നലെ വരെ എന്റെ മൊബൈലുണ്ടായിരുന്ന എന്റെ ഗേൾഫ്രണ്ടിനെ ഞാൻ അതാ ഡിലീറ്റ് ആക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ വന്നു പോയാൽ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ട് പൊന്നുമോളെ. ഇല്ലെങ്കിലോ നൈമഷികമായ സുഗാഡംബരത്തിന് വേണ്ടി നിന്നെ പോറ്റി വളർത്തിയ പാപ്പാനെ വലിച്ചെറിഞ്ഞിട്ട് നിന്നെ നല്ലതുപോലെ രാവും പകലും പൊന്നുമോളെ എന്ന് പറഞ്ഞിട്ട് സ്നേഹം തന്ന ഉമ്മയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മാനെ വലിച്ചെറിഞ്ഞിട്ട് നൈമഷികമായ സുഗാഡംബരത്തിന് വേണ്ടി കണ്ടവന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോ എന്റെ വാക്ക് കുറച്ച് ഗൗരവമായെങ്കിൽ ക്ഷമിക്കണം എന്റെ ഉപ്പമാരെ. നിങ്ങൾ കരയാതിരിക്കാൻ പറഞ്ഞു പോവുകയാ, നിങ്ങളുടെ കണ്ണുനീര് വീഴാതിരിക്കാൻ പറഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ വേണ്ട മോളെ, ഇനി ഒരു റാഹില ഈ ലോകത്ത് വരാൻ പാടില്ല, ഇനി ഒരു നഫ്സിയ ലോകത്ത് വരാൻ പാടില്ല, ഇനി ഒരു ഖൈറിയ ലോകത്ത് വരാൻ പാടില്ല. അല്ലാഹുവേ എത്രയോ പാവപ്പെട്ട പൊന്നുപെങ്ങന്മാര് കടന്നു പോയിട്ട് ഇന്നും നമ്മൾ വായിച്ചല്ലോ, എനിക്ക് ആ ചെറുപ്പക്കാരന്റെ ജീവിതം വേണ്ട, എനിക്ക് എന്റെ ഉമ്മയെ കാണണം, എന്റെ ബാപ്പയെ കാണണമെന്ന് വാശി പിടിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട പൊന്നുപെങ്ങന്മാര്. മോളെ, ഒരു മാസത്തെ ജീവിതം കഴിഞ്ഞ നിന്നെ വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ നിന്നെ കൊണ്ടുപോയ ചെറുപ്പക്കാര് വലിച്ചെറിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഇടയിലെങ്കാണം നീ മരിച്ചു പോയാലോ അല്ലാഹുവിന്റെ സ്വർഗം നിനക്കില്ല മോളെ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ പൊരുത്തം നിനക്കില്ല മോളെ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഒരാളും നിന്നിലേക്ക് വരൂല്ല. അതുകൊണ്ട് ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അല്ലാഹു ഉറക്കമില്ല, അല്ലാഹു മുഴുവനും വീക്ഷിക്കുകയാണ്. ഈ ഒരു ചിന്തയിലൂടെ ഇന്നത്തെ രാത്രി അങ്ങോട്ട് ചെല്ലുക, ഉമ്മാന്റെ കാൽക്കൽ വീണിട്ട് പൊരുത്തം ചോദിക്കുക, പാപ്പാന്റെ കാൽക്കൽ വീണ് പൊരുത്തം ചോദിക്കുക. തെറ്റ് പറ്റിപ്പോയി പാപ്പ, തെറ്റ് പറ്റിപ്പോയി ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടുവിച്ചാൽ മോളെ, നാളെ നീ മരിച്ചു പോയാ ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പാനീയം കൊടുക്ക, ഇല്ലെങ്കിലോ സുഖൂ മാഅൻ ഹമീമാ, അല്ലാഹുവിന്റെ
നരകത്തിന്റെ ചീറ്റലം കുടിക്കേണ്ടി വരും. പടച്ചറബ് അല്ലാഹുവേ, നമ്മുടെ ഇവിടെ വന്ന ഒരു ഉപ്പാന്റെ ഒരു ഉമ്മാന്റെ ഒരു മകളും ഒരു മകനും ഇങ്ങനത്തെ ഒരു പേര് കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ല റഹ്മാൻ. ഉറക്കുന്നു പറയും, കാലഘട്ടം മോശാൻ. നമ്മൾ ചിന്തിക്കുന്നത് എന്റെ മോൾ അങ്ങനെ പോകില്ല, എന്റെ മകൾ അങ്ങനൊന്നുമില്ല, എന്റെ മകനെ കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ. ചില സ്ഥലങ്ങളിൽ മിണ്ടാപ്പൂച്ച കലമുടക്കുമെന്ന് പറയണ മാതിരി നമ്മൾ പോലും അറിയില്ല, പോകുമ്പോഴാ അറിയാം. അതുകൊണ്ട് ഞാനിത് നിങ്ങളോട് ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാര് കൊച്ചനുജന്മാർ എന്നോട് വെറുപ്പ് വെക്കാനല്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളൊക്കെ മരിക്കുമ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് കടന്നു പോകണം, സന്തോഷത്തോട് കൂടിയിട്ട് കടന്നു പോകണം അല്ലേ. ഇല്ലെങ്കിലോ ഇന്നത്തെ രാത്രി ഒരാൾ വിളിച്ചു പറയും, ഞാനിതൊക്കെ അവസാനിപ്പിച്ചു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇനി ഞാൻ ഒരു തെറ്റിലേക്കുമില്ല, ഒരു കുറ്റത്തിലേക്കുമില്ല, ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെന്ന് നിങ്ങളുടെ തെറ്റ് ഏറ്റു പറയണം, ഉമ്മയോട് പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ അത് പൊരുത്തക്കേടാണ്. ഇത്രയും നാൾ നിങ്ങൾ പാതിരാത്രി കുറ്റം ചെയ്തു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താക്കി പാസ് ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട കൊച്ചഞ്ചത്തിമാരോട്, പുറക്കാടുള്ള എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിയെ പോലെ പറയാണ്, മോളെ നാശമാണ് ഈ ഉമ്മയും ഈ ബാപ്പയും എത്ര കഷ്ടപ്പെട്ടു നിനക്ക് വേണ്ടിയിട്ട്. രാപ്പകലില്ലാതെ ഒരു ചെറുപ്പക്കാരന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറുപ്പക്കാരന്റെ കഥ എന്നെ വിളിച്ചു, നമ്മുടെ ഈ ആലുവ ഭാഗത്താണ്. അവനങ്ങനെ വിളിച്ചു കൊണ്ടുപോയി. ഒരു നോമ്പിന്റെ സമയമാണ്, അവിടുത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വിളിച്ചു കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരുത്തി. അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ കടന്നിരുന്നു. അങ്ങനെ ഞാനും ഇന്നെന്നെ വാഹനം ഓടിച്ച് എന്നെ കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് 4 കൊല്ലായി എന്നോടൊപ്പം ഇതുപോലെ ഈ വഴി കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടല്. അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അള്ളാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ഇതൊക്കെ നന്ദി പറയും, അള്ളാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ഈ ഭാഗത്തോടൊന്നും ഞാൻ അങ്ങനെ വന്നില്ല, അധികം വടക്കാണ്. ഏതായാലും അള്ളാഹു ഈ ഒരു കൂടിച്ചേരൽ, അള്ളാഹു മരണം വരെ അല്ലെങ്കിൽ അള്ളാഹു എത്രയും കാലം നമുക്ക് ആഫിയത്ത് തരുന്നു അതുവരെ അള്ളാഹു നമ്മളെ ബന്ധിപ്പിക്കട്ടെ. ഉറക്കുന്നവരെ അള്ളാഹു നമ്മളെ ബന്ധിപ്പിക്കട്ടെ. എന്താ അവസാനിപ്പിക്കാറായോ? ആയിക്കണം. നിങ്ങൾ പറഞ്ഞ ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ നിർത്താം. അവസാനിപ്പിക്കാറായോ? ഇല്ല എന്നുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഉപ്പമാരൊക്കെ അവിടെ ഉണ്ട്. ഈ പെട്ടങ്കാരനെ ഇങ്ങനെ നോക്കിയാലേ കാണുള്ളൂ. ഏതായാലും അള്ളാഹു ഈ ഇരുത്തത്തിന്റെ പകരം നാളെ നിന്റെ സ്വർഗത്തിലിരിക്കാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാൻ. ഇല്ലേ, ഇന്നിപ്പോ ചില ആളുകള് പിന്നെ പല സ്ഥലങ്ങളിലും അല്ലെ പലതും വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ. ഇപ്പൊ അടുത്ത് ഇന്നിപ്പോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്ക് വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് കാണിച്ചു. അത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വിട്ടുകൊടുത്ത കാരണം തന്റെ മകളുടെ മൊബൈൽ നിന്ന് പിടിച്ചതാണ്. തന്റെ മകളുടെ മൊബൈൽ കാരണം ഈ സാധു നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ കറക്റ്റ് സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ നമ്മുടെ പരിപാടി ഒരു പക്ഷെ എല്ലായിടത്തും എത്തും. ആ ഉപ്പാക്കും ഉമ്മാക്കും അതൊരു മാനക്കേടാവുണ്ടെന്ന് വെച്ചിട്ടാണ്. അവിടെ ചെന്നപ്പോ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ എനിക്ക് വിട്ടു തന്നതാണ്. ആ കൂട്ടുകാരന്റെ മകളുടെ മൊബൈൽ നിന്നിട്ട് കിട്ടിയത്. എന്താ കാരണം? ഈ സാധു അവിടെ വാള് പറഞ്ഞപ്പോ അന്ന് അവിടെ വെച്ചിട്ട് ഉറപ്പിച്ചു, ഇനി അങ്ങനെ പോവില്ല. അന്ന് എന്നെയും വിളിച്ചു, മൂപ്പരെയും വിളിച്ചിട്ട് ഭക്ഷണമൊക്കെ തന്നു. ആ കുട്ടി തന്നെ പറഞ്ഞു, ഉസ്താദ് ഞാൻ എൻ്റെ ഉമ്മയോട് കുറ്റം ചെയ്തു, ഞാൻ എൻ്റെ ബാപ്പയോടൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ട്, ഇനി ഞാനില്ല. അങ്ങനെ ഈ കുട്ടി അവനിക്ക് അവസാനം ഒരു മെസ്സേജ് കൊടുത്തു, ഇനി എന്നെ വിളിച്ചേക്കണ്ട, എനിക്ക് അള്ളാന്റെ പൊരുത്തം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെസ്സേജ്. അപ്പൊ ഇവൻ എവിടെ നിന്നൊക്കെ ഒരു പാട്ട് വെട്ടിയെടുത്തു. എനിക്ക് പാടാൻ വേണ്ടി അല്ല കേട്ടോ ഞാൻ ഈ പറയണത്. ഈ പാട്ടിങ്ങനെ വെട്ടിയെടുത്തിട്ട് അതങ്ങോട്ട് വിട്ടുകൊടുത്തു. എന്നറിയാം പാട്ട് കേട്ടാൽ തന്നെ നമുക്ക് എന്തരാ അവന്റെ വിരഹാണെന്നറിയാം അല്ലേ. പാതിരാവിൽ ഏകനായി പാടുമൊരു പാട്ട്, പൈങ്കിളി നീ എന്നെ വിട്ട് പോയതെന്നോർക്ക്, നെഞ്ചിനുള്ളിലെപ്പോഴും വേറുപ്പു വയ്ക്കല്ലേ, ആഖിറത്തിലും ഒത്തുചേരാൻ കൂടിയോളല്ലേ. കേട്ടാ വിചാരിക്കും മഹ്ശറെ പറ്റിയുള്ള പാട്ടാണ്. സംഭവം അല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നി കാണാം, നല്ല പാട്ടാ മഹ്ശറെ പറ്റിയിട്ടല്ല. മൂപ്പർ എഴുതാണ്, ഇവിടെ വെച്ച് ഈ ഒരു ബന്ധം നമുക്ക് കിട്ടിയിട്ട് നാളെ മഹ്ശറെ വന്നതിൽ അവിടെയെങ്കിലും വെച്ച് കൂടണമെന്നാണ്. വിടൂലെന്ന് തന്നെ. ഏതായാലും അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഉപ്പമാരോട്, എൻ്റെ ഉമ്മമാരോട്, ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കളോട്, നമ്മളൊക്കെ വളർന്നു വരുന്നവരാ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാരോട് പറയാൻ,
നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് എന്നോട് ഇവൻ എവിടെ നിന്നാ കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോകും. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ അവസാനിക്കും, ഇവിടെ കഴിയും. ഉമ്മയും ബാപ്പയും തന്ന സ്നേഹത്തിന് പകരം കൊടുക്കാനൊന്നുമില്ലല്ലോ. ആ ചെറുപ്പക്കാരൻ അവിടുന്ന് അതാ 2 പാത്രം എന്റെ മുമ്പിൽ കൊണ്ടുവെക്കുകയാ. അവിടെന്ന് പറഞ്ഞു, ഉസ്താദ്, എന്റെ ഉമ്മയില്ല, എന്റെ ഉമ്മ ഉള്ളപ്പഴി വീട് സ്വർഗത്തിന്റെ വീടാണ്. ഉമ്മയില്ലാത്തൊരു വീട്ടിൽ നമുക്കൊന്ന് കടന്നു പോകാൻ പറ്റുമോ? ഉമ്മയില്ലാത്ത വീട്ടിൽ നമുക്കൊന്ന് കടന്നു പോകാൻ പറ്റുമോ? ഇനി ആരൊക്കെയാ വീട്ടിന്റെ ഉള്ളിലുണ്ടെങ്കിലും സ്വന്തം ഉമ്മാന്റെ സ്ഥാനത്തൊരാളുമാകൂലല്ലോ. അല്ലാഹുവേ, ഇന്നിവിടത്തേക്ക് വരുമ്പോൾ ഉമ്മാനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി, ഉമ്മയോട് ചോദിക്കുമ്പോൾ പനിയാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് ഈ വിനീതന്റെ ഉമ്മാന്റെ പനിക്ക് ശമനം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പഠിക്കുക. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയാണ്, ഉമ്മ മരിച്ചു പോയിരിക്കുകയാണ്. എന്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു, എന്റെ ഉമ്മ ഒരുപാട് നൊമ്പരപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ 2 പാത്രം കൊണ്ടുവച്ചു. ഈ പാത്രം എന്നോട് കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ബാപ്പ മരിച്ചു പോയിട്ട് എത്രയോ ദിവസങ്ങളായതാണ്. എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അയൽവക്കത്ത് ജോലിക്ക് പോവുകയാണ്, അയൽവക്കത്ത് ജോലിക്ക് പോവുകയാണ്. ആ ജോലിക്ക് പോകുമ്പോ അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടുവരികയാണ്, അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടുവരുന്നിട്ട് അതൊരു പാത്രത്തിലിട്ട് വെക്കുകയാണ്. അല്ലാഹുവേ, സ്കൂള് വിട്ടിട്ട് വൈകുന്നേരമാകുമ്പോ നമ്മളൊന്ന് കടന്നു വരികയാ. ആ കടന്നു വരുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ ആ പാത്രമെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അത് കിട്ടുമ്പോഴെത്ര സന്തോഷമാണെന്നറിയോ? സ്കൂള് വിട്ട് വിശന്ന് വലഞ്ഞു വരുന്ന നമുക്ക് ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പാത്രം, ഭക്ഷണത്തിന്റെ പാത്രം, എത്ര സന്തോഷമാണ്. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് പാപ്പയില്ലല്ലോ, ഉമ്മ ഭക്ഷണം വിളമ്പി തന്നു. ആ ഭക്ഷണം ഞാനും എൻ്റെ അനുജനും കഴിച്ചു ഉസ്താദേ, ഞാനും എൻ്റെ അനുജനും കഴിച്ചു, നല്ലതുപോലെ കഴിക്കുകയാ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, അങ്ങനെ 3-4-5 കൊല്ലങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒരു വേള പ്രിയപ്പെട്ട ഉമ്മാക്ക് രോഗമാവുകയാണ്. അന്ന് ജോലി ചെയ്തിട്ട് പ്രിയപ്പെട്ട ഉമ്മ തിരിച്ചു വന്നു. ഞങ്ങൾ വന്നപ്പോൾ ഉമ്മ കട്ടിലിൽ കിടക്കുകയാണ്. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എന്തേ എന്റെ ഉമ്മാക്ക് പറ്റിപ്പോയത്? ഉമ്മാന്റെ കൈ വല്ലാതെ തളരുന്നുണ്ടല്ലോ, ഉമ്മയുടെ കാല് വല്ലാതെ തളരുന്നുണ്ടല്ലോ, ഉമ്മാന്റെ മനസ്സ് പൊട്ടിയിട്ട് പോകുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അവിടെ പ്രിയപ്പെട്ട മകൻ അവിടെ 2 പാത്രമുണ്ട്, അതിൽപ്പെട്ട ഒരു പാത്രം എടുക്കുകയാണ്. എന്റെ മക്കളെ പഠിച്ചുകൊള്ളുക, അതിൽപ്പെട്ട ഒരു പാത്രം എടുത്തു. എന്നിട്ട് ഈ മകൻ വിചാരിച്ചു, ഉമ്മയോട് എപ്പോഴും ചോദിച്ചാലും ഉമ്മാക്ക് എവിടെയാണ് ഭക്ഷണമെന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മ ഈ പാത്രം എടുത്തു തരുമ്പോ അതിൽ നല്ല വെയിറ്റ് കാണുമല്ലോ. അതങ്ങനെ നമ്മൾ സന്തോഷത്തോടെ ഉമ്മാന്റെ ഭക്ഷണമാണെന്ന് കരുതാറുണ്ട്. അങ്ങനെ ആ പാത്രം എടുത്ത് മുമ്പിലേക്കൊന്ന് വെച്ചിട്ട് നമ്മൾ പാത്രത്തിന്റെ അടപ്പൊന്നെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മനസ്സൊന്ന് പൊട്ടിപ്പോവുകയാണ്. അല്ലാഹുവേ, ആ പാത്രത്തിനകത്ത് പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അവിടെ ചരൽ കല്ലുകൾ പറക്കി വെച്ചിരിക്കുകയാണ്, ചരൽ കല്ലുകൾ പറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴാ എനിക്ക് മനസ്സിലായത്, എല്ലാ ദിവസവും പ്രിയപ്പെട്ട ഉമ്മ അവിടെ ഭക്ഷണത്തിന് പകരം ഈ ചരൽ കല്ലുകൾ നിറച്ചിരുന്ന പാത്രം എടുത്തിട്ടാണോ നമ്മളെ കാണിക്കുന്നത്? അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന മക്കളെ നിങ്ങൾക്കറിയുമല്ലോ, അതാ 1 കഷണം മീനാണ് ബാക്കിയുള്ളതെങ്കിലോ, 1 കഷണം
കഷണം മാംസമാണ് ബാക്കിയുള്ളതെങ്കിലോ ആ ഉമ്മാക്ക് അവിടെ നിന്ന് കഴിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടല്ല, ആ ഉമ്മ അതിനെടുത്തിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. വൈകുന്നേരം വരുന്ന പ്രിയപ്പെട്ട മകനിക്ക് വേണ്ടി കൊടുക്കുവാൻ, വൈകുന്നേരം വരുന്ന പൊന്നുമോളെ നിനക്ക് വേണ്ടി തരാ നിന്റെ ഉമ്മ മാറ്റിവെച്ചിരിക്കുകയാ. സ്കൂള് വിട്ടിട്ട് നീ ഒന്ന് കടന്നു വന്നാ ആ ഒരു പൊതിയെടുത്തിട്ട് ആ ഒരു മീൻ്റെ കഷണം എടുത്തിട്ട് നിനക്ക് തരികയാണ്. അവിടെ വെച്ച് ഉമ്മ നിനക്ക് വേണ്ടി കള്ളം പറഞ്ഞല്ലോ, മോനെ മോൻ കഴിച്ചോ, ഉമ്മാക്ക് ഉമ്മ മാറ്റി വെച്ചിട്ടുണ്ട്. ഉമ്മാക്ക് കറിയില്ലെങ്കിൽ എന്താ, ഭക്ഷണമില്ലെങ്കിൽ എന്താ, മക്കള് കഴിച്ചിട്ട് സമാധാനം കൊള്ളുമ്പോ അതെത്രയോ സന്തോഷമാ. പ്രിയപ്പെട്ട പുന്നാരവൊപ്പ നേരം വെളുത്ത് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് പൊന്നുമക്കളെ ജോലിക്ക് വേണ്ടി കടന്നു പോവുകയാ. എത്ര ആളുകളുടെ വായിരിക്കും നാട്ടുതുപ്പം കേട്ടിട്ടാണ് വൈകുന്നേരം വരുമ്പോഴും ബാപ്പാന്റെ പോക്കറ്റിൽ അവിടെ നിന്ന് മിഠായി മേടിച്ചിട്ട് കൊണ്ടുവരുമ്പോ കൊച്ചുമക്കളാകുന്ന നിങ്ങൾ കടന്നു ചെന്നിട്ട് ബാപ്പാന്റെ പോക്കറ്റിൽ നോക്കാറുണ്ടായിരുന്നല്ലോ. ഇന്ന് നിന്റെ വീട്ടിന്റെ വാതിൽ പടിയിലാ പ്രിയപ്പെട്ട ബാപ്പ ചുമച്ചിട്ടിരിക്കുമ്പോ, ആ ബാപ്പയും ഉമ്മയും പനി പിടിച്ചിരിക്കുമ്പോ, മോനെ നീ സമ്പാദിച്ചു കൊണ്ടുവന്ന നിന്റെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം ആ ബാപ്പച്ചിയുടെ പോക്കറ്റിൽ വെച്ചിട്ടൊരു ചായ കുടിക്കുപ്പാ എന്ന് പറയുന്ന എത്ര മക്കളാ ഈ ദുനിയാവിന്റെ പുറത്തുള്ളത്. അതുകൊണ്ട് ലഹുമ ഖുലൂബുൽ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കാനുള്ള മണ്ഡലമുണ്ടല്ലോ, ചിന്തിക്കാനുള്ള മണ്ഡലമുണ്ടല്ലോ, ചിന്താശക്തി അല്ലാഹു തന്നിട്ടുണ്ടല്ലോ. എന്നാൽ ഇന്നിവിടെ വെച്ച് ഉറപ്പിക്കുക, അല്ലാഹുവേ എന്റെ ഉമ്മ എന്നിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കാത്ത ഒന്നും എനിക്ക് വേണ്ട. ഈ ഒരു ചിന്തയോടുകൂടി കടന്നു പോകണം. മക്കളെ നിങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഞാൻ ഒരു അനുഭവം പറഞ്ഞു തരാ. ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളില് പ്രിയപ്പെട്ട ഉമ്മാനെയും മകനെയും കൊണ്ടുവന്നൊരു കഥയറിയാമല്ലോ. നമ്മൾ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ കണ്ടുപോയതാണ്. അല്ലാ അല്ലാ, ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമയം കൊന്നു കളയാനല്ല. 10-11:30 നമുക്ക് സമാപിപ്പിക്കണം. അതിന് ഒരുപാട് സമയമില്ല, 10-15 മിനിറ്റേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ കേട്ടുകൊള്ളുക. അവിടെ നിന്ന് ഉമ്മയും മകനും കടന്നിരിക്കുന്നൊരു വീടാട്. ഒരു വേള പെട്ടെന്നുമ്മ തളർന്ന് വീഴുകയാണ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട മകൻ വരുമ്പോൾ ഉമ്മ കനക്കമില്ലല്ലോ, ഉമ്മാന്റെ ശബ്ദം വെളിയിലേക്ക് വരുന്നില്ലല്ലോ. പ്രിയപ്പെട്ട ഉമ്മാനെ ഒരു വാഹനം വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. അല്ലാ അല്ലാ, അവിടത്തേക്കൊന്ന് കൊണ്ടുവരുമ്പോ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയാട്, ഡോക്ടർ അവിടെ നിന്ന് പരിശോധിച്ചിട്ട് പറയാ, 10-16 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യാതെ നിന്റെ ഉമ്മാന്റെ കാലനങ്ങൂല്ല, നിന്റെ ഉമ്മയുടെ കയ്യനങ്ങൂല്ല, നിന്റെ ഉമ്മ സംസാരിക്കൂല്ല. അവരിന്നി മിണ്ടണോ, അവരിന്നി സംസാരിക്കണോ? എന്നാൽ ഈ 10-16 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോ ഈ ചെറുപ്പക്കാരൻ എവിടെ ചെന്നിട്ട് കൊണ്ടുവരുവാനാണ്? ഈ ചെറുപ്പക്കാരൻ എവിടെ ചെന്നിട്ട് കൊണ്ടുവരുവാനാ? അവന്റെ ഖത്തറിലുള്ള കൂട്ടുകാരെ വിളിച്ചു. കൂട്ടുകാരെ വിളിച്ചിട്ട് അവനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, മോനെ പേടിക്കണ്ട, നീയൊന്ന് കടന്നു വരിക, നമുക്ക് കാശൊപ്പിക്കാമെന്ന് പറയുമ്പോ ചെറുപ്പക്കാരൻ കടന്നു പോവുക. നല്ല മനസ്സുള്ള പ്രിയപ്പെട്ട കൂട്ടുകാര് ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഓപ്പറേഷന് വേണ്ടി 10-26 ലക്ഷം രൂപയോളം അവിടെ നിന്ന് പിരിച്ചു കൊടുക്കുകയാ. ഒരു പെണ്ണിനെ ഏൽപ്പിച്ചിട്ടാണ് മകൻ അവിടെ നിന്ന് പോയത്. തിരിച്ചു വന്നോ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തിയ പാടെ വിളിക്കുകയാണ്, ഉമ്മാനെ ഒന്ന് ഒരുക്കി കിടത്താവോ, ഉമ്മയെ ഒന്ന് ഒരുക്കി കിടത്താവോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. പ്രിയപ്പെട്ട ഉമ്മാനെ ഒരുക്കി കിടത്തുകയാണ്. ആ മകൻ അവിടെ നിന്ന് കാശുമായി കടന്നു വരികയാ. വന്നുകൊണ്ടൊരു വാഹനം വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുപോവുകയാ. നാളെ 9:30 മണിയാകുമ്പോ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഓപ്പറേഷനാണ്. അല്ലാഹുവേ, അവിടെ നിന്ന് ഓപ്പറേഷന്റെ സമയമാകുമ്പോ പ്രിയപ്പെട്ട മകൻ അവിടെ ഉമ്മയെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുമ്പോ ഉമ്മ വിളിക്കുകയാ,
പോവുകയാണ്. എവിടെയാ എന്റെ പ്രിയപ്പെട്ട പുന്നാര മകനെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ വിളിച്ചു പോകുമ്പോ പ്രിയപ്പെട്ട കൂട്ടുകാർ ചെന്നുകൊണ്ട് പൊന്നുമകനെ വിളിച്ചുകൊണ്ട് വരികയാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമകനെ കൊണ്ടുവന്നു. ഉമ്മാനേതാ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുപോകാൻ പച്ച തുണി ഉടുപ്പിച്ചിട്ട് കിടത്തിയിരിക്കുന്ന കാണുമ്പോ ഉമ്മയോട് സ്നേഹമുള്ള ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് പൊട്ടിപ്പോവുകയാണ്. ആ പൊന്നുമകന്റെ മനസ്സ് വല്ലാതെ പൊട്ടിപ്പോവുകയാ, തകർന്നു പോവുകയാ. അവിടന്ന് പ്രിയപ്പെട്ട പൊന്നുമകൻ ഉമ്മാനെ പതുക്കെ തള്ളിവിട്ടു. ഉമ്മാന്റെ ഓപ്പറേഷൻ കഴിയുകയാണ്. ഉമ്മാന്റെ ഓപ്പറേഷൻ കൊണ്ട് കിടത്തുകയാണ്. അല്ലാഹുവേ, ഉമ്മയെ കൊണ്ടുപോയ പാട് ചെറുപ്പക്കാരന്റെ തലകറങ്ങാൻ തുടങ്ങുകയാണ്. ഉമ്മയെ കൊണ്ടുപോയ വിഷമം സഹിക്കാൻ കഴിയുന്നില്ല. അവനവിടന്നതാ തലകറങ്ങിയിട്ട് വീഴുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, പൊന്നുമകനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, ഡോക്ടർ അവിടന്ന് മരുന്നെഴുതുകയാണ്. ഇവനിക്കതാ ക്യാൻസറിന്റെ ഒരംശം ഈ പൊന്നുമകന്റെ ശരീരത്തെ കടന്നു പിടിച്ചിട്ടുണ്ടല്ലോ. അവിടന്ന് 5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യണമെന്ന് പറയുമ്പോ നമ്മൾ വായിച്ചതല്ലേ ചെറുപ്പക്കാരാ, നമ്മൾ കണ്ടുപോയതല്ലേ പൊന്നുപെങ്ങളെ. അവിടന്നതാ 5 ലക്ഷം രൂപ അവിടന്ന് വേണമെന്ന് പറയുമ്പോ കൂട്ടുകാര് പറഞ്ഞു കുഴപ്പമില്ല, ബാക്കിയുണ്ടല്ലോ. ഒരേ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളില് പ്രിയപ്പെട്ട ഉമ്മാന്റെ ഓപ്പറേഷൻ നടക്കുകയാ, പ്രിയപ്പെട്ട മകന്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. ഉമ്മ അറിയുന്നില്ല മകൻ ഇവിടെ കിടക്കുന്നു എന്നറിയുന്നില്ല. മകൻ ഉമ്മാനെയും അറിയുന്നില്ലല്ലോ. ആദ്യ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മാനെ കൊണ്ട് കിടത്തുകയാണ്. ഉമ്മാന്റെ ബോധം തെളിഞ്ഞ പാടെ എവിടെയാണ് എന്റെ പൊന്നുമകനെന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട കൂട്ടുകാര് പല കാരണങ്ങൾ പറഞ്ഞു ഒഴിയുകയാണ്. അവസാനം ഇനി ഞാൻ ഭക്ഷണം കഴിക്കണോ, ഇനി ഞാൻ വെള്ളം കുടിക്കണോ, എന്റെ പൊന്നുമകനെ കാണാതെ അവനോട് സംസാരിക്കാതെ ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുമ്പോഴല്ലാഹുവേ, പ്രിയപ്പെട്ട പൊന്നുമകനേതാ ചെറുപ്പക്കാര് ഒരു സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് ഉരുട്ടിയിട്ട് കൊണ്ടുവരികയാണ്. ആ ഉമ്മാന്റെ മനസ്സ് തകരുകയാണ്. എന്ത് പറ്റി അല്ലാ, എന്റെ പൊന്നുമകനിക്ക് എന്താ സംഭവിച്ചു പോയത്, എന്റെ കുഞ്ഞുമോൻ എന്താ സംഭവിച്ചു പോയത്? അവിടന്ന് കൂട്ടുകാർ ഓപ്പറേഷൻ കഴിഞ്ഞു വന്ന് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞ പനിയാണ് ഉമ്മ, സംസാരിക്കൂല. എന്നാൽ എന്റെ കുട്ടിയെ ശല്യപ്പെടുത്തണ്ട, അവനെ കൊണ്ട് കിടത്തുക എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളായിട്ടും മകൻ വരുന്നില്ല. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ബഹളമായി. അവസാനമതാ പ്രിയപ്പെട്ട കൂട്ടുകാര് ഉമ്മാന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മാ നിങ്ങളുടെ പുന്നാര മകനെ കൊണ്ടുവരികയാ, പൊന്നുമകനെ വന്ന് കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാര് കൊണ്ടുവരുന്ന എങ്ങനെന്നറിയോ, വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചിട്ടാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചിട്ട് കൊണ്ടുവരികയാ. ഉമ്മ മരിച്ചതറിയുന്നില്ല, മകൻ മരിച്ചറിയുന്നില്ല, മകൻ മരിച്ചതറിയുന്നില്ല. അവസാനം മരിച്ചെന്നാരോ പറയുമ്പോ അവിടെ മെല്ലെ എഴുന്നേറ്റിട്ട് പറയാട്, അല്ലാഹുവേ എന്റെ കുഞ്ഞുമകനാണല്ലോ എന്നെ കാണാൻ ഒരുപാട് കൊതിച്ചു പോയത്, ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചു പോയത്, എന്നോട് നല്ലതുപോലെ പെരുമാറാൻ ആഗ്രഹിച്ചു പോയത്. അല്ലാ, എന്റെ കുട്ടി ലോകത്തോട് പിരിഞ്ഞല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ട് ആ ഉമ്മ കൈകൊണ്ട് മകന്റെ മുഖത്ത് തടവിയിട്ട് പറയാണ്, കുഞ്ഞുമോനെ, ഉമ്മാന്റെ കൈ ചരിച്ചല്ലോ, ഉമ്മ സംസാരിച്ചല്ലോ, ഉമ്മാന്റെ കാലിന് ആരോഗ്യം വീണ് കിട്ടിയല്ലോ, ഇന്ന് എന്നിട്ട് പോലും ഈ ഉമ്മയോട് മിണ്ടാതെ പോവുകയാണോ എന്ന്
പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ആ സാധുവായ ഉമ്മ കരഞ്ഞു പോയെങ്കിലോ, മോളെ നാളെ നീയാണ് മരിക്കുന്ന എന്ന് പറയാൻ പറ്റൂല, നിങ്ങളുടെ ഉമ്മയാണ് മരിക്കുന്ന എന്ന് പറയാൻ പറ്റൂല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് മരിക്കുന്ന എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയില് നിന്റെ ഉമ്മാന്റെ ബാപ്പാന്റെ കാൽക്കൽ വീട് പൊരുത്തം ചോദിച്ച്, അല്ലാഹുവേ ഉമ്മാ ബാപ്പാ നിങ്ങളോട് ചെയ്തു പോയതിന് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെടുവിച്ചിട്ട് കിടന്നുറങ്ങിയോ? ഇല്ലെങ്കിൽ വല്ലാഹി നീ പരാജയത്തിന്റെ പടുകുഴിയിലാ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എപ്പോഴും ആ ഒരു ചിന്തയും ആ ഒരു ബോധവും നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഈ ലോകത്തെ വിജയിച്ചു. നമ്മൾ ഈ ലോകത്തെ വിജയിച്ചു. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലായിരുന്നു. പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മുതൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഉമ്മയുടെയും ഒരു ബാപ്പയുടെയും കണ്ണുനീർ നമ്മൾ കാരണം വീടരുത്, ഉറപ്പിക്കണം. അതിനാണ് ഖുർആൻ പറഞ്ഞത്, ലഹും ഖുലൂബുൻ ലാ യഫഖഹൂന ബിഹാ. ചിന്തിക്കാനുള്ള ചിന്താമണ്ഡലം കൊടുത്തിട്ടുണ്ടല്ലോ, പക്ഷെ ചിന്തിക്കണില്ല. സുബ്ഹാനല്ലാഹ്, പക്ഷെ ചിന്തിക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു തആല അവിടെ പിന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് അവിടെ നിന്ന് പറഞ്ഞു, വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നോക്കിക്കണ്ടൊക്കെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നോക്കിക്കണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിലാണ്. അല്ലെ, ഒരാളെ പറ്റി നമ്മുടെ ഉമ്മയും നമ്മുടെ ബാപ്പയും നമ്മളെപ്പറ്റി ആളുകൾ മോശം പറയുന്നത് കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല, നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത് കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് നമുക്ക് പറഞ്ഞ സമയമായിക്കാണ്, ഞാൻ ഇവിടെ എത്തിയിട്ടില്ല. ഏതായാലും അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ഉറക്കൊന്ന് പറയും, അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ഒരു ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനിയും വേണമെങ്കിൽ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ എന്ത് നമുക്ക് പറയാൻ കുഴപ്പമില്ല. നിങ്ങൾക്ക് നാളെ പരിപാടി ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലേക്ക് വന്നാലും, അവസാനിപ്പിക്കുകയാണ്, ഏതൊരു കാര്യത്തിലേക്ക് വന്നാലും നമ്മുടെ മനസ്സിൽ പടച്ച റബ്ബേ, ഉമ്മയോട് സംസാരിക്കുമ്പോഴും ബാപ്പയോട് സംസാരിക്കുമ്പോഴും കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഉണ്ടാകണം. ആരാ ഉണ്ടാകേണ്ടുന്നത്? ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി ഉണ്ടാകണം. ആ ഹബീബിന്റെ വാക്കുണ്ടാകണം. എന്നാൽ നമ്മൾ വിജയിച്ചു. ഇല്ല എന്നുണ്ടെങ്കിൽ കുടുങ്ങൂലേ നമ്മൾ? അതിനകത്തൊന്നും ഒരു മാറ്റമില്ല. അള്ളാഹുവിന്റെ നരകം വല്ലാത്തൊരവസ്ഥയാണ്. അതിൽ പോണോ? വേണ്ട. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കൊന്ന് പറയും, ഉപ്പമാരൊക്കെ പറ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇല്ലെങ്കിൽ കുടുങ്ങിയല്ലോ. അതിൽ കിടന്നിട്ട് നിലവിളിച്ചാലോ അതികഠിനമായൊരു ദാഹമാണവർക്കുള്ളത്. തിളക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചൂടേറ്റു മുഖമല്ല ഉടൻ കരിയുന്നതാ. തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ. പിന്താര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പുറക്കാടുള്ള ഉപ്പമാരും ഉമ്മമാരും ഉറക്കെ വന്ന് പറഞ്ഞു, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 40 കൊല്ലം ആ നരകത്തിൽ പെട്ടുപോയാൽ 40 കൊല്ലം അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, ദാഹിച്ചു വലയുന്നുവല്ല. ഉമ്മാനെ വെറുപ്പിച്ച ബാപ്പാനെ വെറുപ്പിച്ച മക്കളെ പഠിച്ചുകൊള്ളുക. അതിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയാ സഹിക്കോലല്ലോ. ആർത്തട്ടഹസിക്കുകയാണ്, നിലവിളിച്ചുകൊണ്ട് കരയുകയാണ്.
വല്ലാതെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയാണ്, അല്ലാഹുവേ കുറച്ചു തണുത്ത വെള്ളം ഒന്ന് തരാവോ? അല്ലാഹു അവിടുന്ന് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് ചോദിക്കാ, എന്താണ് അവര് ചോദിക്കുന്നത് എന്ന് പറയുമ്പോ വഹും യത്ലുബൂനൽ ഗൈത്ത് യാ അല്ലാഹ്, അല്ലാഹുവേ കുറച്ചു തണുത്ത വെള്ളമാണ് അവര് ചോദിക്കുന്നത് എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചിട്ട് തണുത്ത വെള്ളം ചോദിക്കുമ്പോ അല്ലാഹു കാർമേഘമെന്ന് കെട്ടുകയാ. ആ കാർമേഘമെന്ന് കിട്ടുമ്പോ നരകവാസികൾ മുകളിലേക്കൊന്ന് നോക്കുകയാണ്. പടച്ചറപ്പ് നമുക്ക് തണുത്ത വെള്ളം തരാൻ പോവുകയാണല്ലോ, അല്ലാഹു നമുക്ക് തണുത്ത വെള്ളം തരാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാർമേഘം ഇങ്ങനെ നോക്കിയിട്ട് അടുത്തിരുന്നു കൊണ്ട് അട്ടഹസിക്കുന്ന നരകവാസികളോട് പരസ്പരം വിളിച്ചു പറയാ, എന്തോരു ശബ്ദമാണോ ഇത്, ഒന്ന് അട്ടഹസിക്കാതിരിക്കോ, നിന്റെ നിലവിളി കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹുവദാ കാർമേഘം കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന നരകവാസികളിലേക്ക് പൊന്നുമോളെ അല്ലാഹു ഒഴുക്കി കൊടുക്കുന്ന എന്തെന്നറിയോ? അൽ ഹയ്യാ, അല്ലാഹുവേ പാമ്പുകളെയാണ് തീ കൊണ്ടുള്ള പാമ്പുകളെയാണ് പുറക്കാട് കടന്നു വന്നിരിക്കുന്ന എന്റെ പെങ്ങളെ. നടന്നു പോകുന്ന വഴിയിൽ ചെറിയൊരു നീർക്കോലി കുഞ്ഞിനെ കണ്ടാൽ ആർത്തട്ടഹസിക്കുന്ന ഉമ്മ, ഒരു അടി കൊടുത്താൽ ചത്തുപോകുന്ന കേവലം ഒരു പാമ്പിനെ പോലും പേടിയുള്ള പെങ്ങളെ. നരകത്തിലേക്ക് അല്ലാഹു പറഞ്ഞു വിടുന്നത് തീ കൊണ്ടുണ്ടാക്കിയ പാമ്പുകളെയാണ്. നമ്മുടെ പുറത്ത് വന്ന് വീഴുമ്പോ ശരീരം ഒഴുകി പോകൂലേ, കാതുകളിലൂടെ കയറുമ്പോ ശരീരം ഒഴുകി പോകൂലേ, മുൻതാരത്തിലൂടെ പിൻതാരത്തിലൂടെ പാമ്പുകളൊന്ന് കടന്നു വന്നെന്നു ആ ഒരു രംഗമൊന്ന് ഓർക്കാൻ പറ്റുമോ? വല്ലാതെ പൊട്ടിപ്പോകൂലേ. അവിടെ വെച്ചുകൊണ്ടവര് കരഞ്ഞിട്ട് പറയുന്ന, അല്ലാഹുവേ അല്ലാഹുവേ, ഇതല്ല റബ്ബേ, ഈ ഒരു പാമ്പ് നമുക്ക് ആവശ്യമില്ലല്ലോ. നമ്മൾ ചോദിച്ചത് കുറച്ച് തണുത്ത വെള്ളമാണ്. വീണ്ടും അല്ലാഹു കാർമേഘമെന്ന് കൂട്ടിക്കെട്ടുകയാണ്. കാർമേഘമെന്ന് കൂട്ടിക്കെട്ടുമ്പോഴോ അവര് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ആശ്വസിക്കുകയാണ്. ആ സമയത്ത് അവിടെ അല്ലാഹു എന്താ പറഞ്ഞു വിടുന്നു എന്നറിയോ? തീ കൊണ്ടുള്ള തേളുകളെയാണ്. ആ തേളുകളെ ശരീരത്തേക്കൊന്ന് പതിപ്പിക്കുമ്പോ ഓർക്കാൻ കഴിയോ പെങ്ങളെ? ദുനിയാവിന്റെ നിസാര തേളിനെ കണ്ടാൽ ഓടി ഒളിക്കുന്ന മോളെ. അല്ലാഹുവേ, നരകത്തിന്റെ വലിയ വലിയ തീ കൊണ്ടുള്ള തേളുകൾ ശരീരത്തേക്കൊന്ന് വന്ന് വീഴുമ്പോ വൈലത്താ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ, പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതും കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവേ, ദാഹിക്കുന്നുവല്ല. അപ്പോഴാണ് അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. തിളക്കുന്ന ചീഞ്ചല മാണതിൽ ലഭിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, തിളക്കുന്ന ചീഞ്ചലോ ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. എന്നിട്ടതാ നമ്മുടെ മുഖത്തേക്കൊന്നടുപ്പിക്കുകയാ. എനിക്കത് വേണ്ടെന്ന് പറയാൻ പറ്റോ? എനിക്കത് വേണ്ടാന്ന് പറയാൻ പറ്റോ? ദുനിയാവിന്റെ പുറത്ത് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വെക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളത്തിന് ചൂടാണെന്നറിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതൊന്ന് തണുത്തു വരാൻ കാത്തിരിക്കുന്നവരാ നമ്മള്. തിളച്ചു പൊള്ളുന്ന ചൂടുള്ള പാത്രം കയ്യിലേക്ക് തരികയാ. ഇട്ടിട്ട് ഓടാൻ പറ്റൂലല്ലോ. അതെടുത്ത് മുഖത്തേക്ക് അടുപ്പിക്കുമ്പോ ചൂടേറ്റു മുഖമല്ല ഉടൽ കരിയുന്നതാ. തലമുടി കരിഞ്ഞതിലുള്ള തോ ഇളകുന്നതാ. ചൂടേറ്റിട്ട് മുഖത്തിന്റെ തോലുരിഞ്ഞു പോവുകയാണ്. അത് കരിഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവേ, ആ ഒരു
ഒരു തോലുരിഞ്ഞു പോയാൽ നിമിഷ നേരം കൊണ്ട് അല്ലാഹു പുതിയ തോല് തരികയാണ്. നരകത്തിന് വേദനയാ. അവിടെ കിടന്നിട്ട് നരകവാസികൾ അല്ലാഹുവേ നരകത്തിനെ കാക്കുന്ന മലക്കിനോട് വേദനിക്കുന്നു അല്ലാ എന്ന് പറഞ്ഞാൽ ആ മലക്ക് തിരിഞ്ഞു നോക്കൂല. يعصون الله ما أمرهم ويفعلون ما يؤمرون. ആ നരകവാസികളായ മാലാഖമാര് അവര് പറയുകയാണ്, നരകത്തിലുള്ള മാലാഖമാര് പറയുകയാണ്, നരകത്തെ കാക്കുന്ന മാലാഖമാര് പറയുകയാണ്, ഇല്ലടാ അവിടെ കിടന്നിട്ട് കരഞ്ഞോ, അവിടെ കിടന്നിട്ട് വിഷമിച്ചോ എന്ന് നിലവിളിച്ചിട്ട് അവര് പോവുകയാണ്, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതുകൊണ്ട് നരകത്തിന്റെ വെള്ളം കുടിക്കാതിരിക്കാറ് എന്റെ പെങ്ങളെ ദുനിയാവിനെ സൂക്ഷിക്കണേ. ഇതിന്റെ ചതിയിൽ പെട്ടുകൊണ്ട് കടന്നു പോകണ്ട. പ്രിയപ്പെട്ട ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തമില്ലാതെ കടന്നു പോകണ്ട. പരിശുദ്ധ ഖുർആൻ ഓതാതെ കടന്നു പോകണ്ട. അല്ലാഹുവിനെ പറ്റി ഓർക്കാതെ കടന്നു പോകണ്ട. പടച്ചവനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാതെ കടന്നു പോകണ്ട. ആളുകളെ പറ്റി കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ കടന്നു പോകണ്ട. നല്ല രീതിയിൽ പടച്ചവനെ ഓർത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തോടുകൂടി കഴിഞ്ഞുകൂടാനും നരകത്തിനെ പേടിക്കാനും അല്ലാഹുവിനെ സ്നേഹിക്കാനും ഹബീബിനെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരുവാനും നാഥനായ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അലിയാദങ്ങൾ കടന്നു വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുന്ന റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാണ് കരയുന്നത് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോവുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബാ, എന്റെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ട മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ജിബ്രീൽ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ നരകത്തെ പറ്റി വന്ന് പറഞ്ഞു പോയപ്പോ മനസ്സ് പേടിച്ചു പോയി എന്നവിടെന്ന് പറഞ്ഞുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയുമ്പോ അലിയാർ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? വമൻ നജാ യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ കത്തിയാളുന്ന ഒരു നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ, നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാ, നരകത്തിന്റെ പാനീയത്തിൽ നിന്ന് രക്ഷപ്പെടാ, നരകത്തിന്റെ മാലാഖമാരുടെ കാഠിന്യതയിൽ നിന്ന് രക്ഷപ്പെടാ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിച്ചു പോകുമ്പോ കരളിന്റെ കരളായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പുറക്കാടുള്ള പെങ്ങന്മാരെ, ഇന്ന് മുതൽ നമ്മൾ പതിവാക്കുക, ഉപ്പമാരെ ചെറുപ്പക്കാരാ ഇന്ന് മുതൽ പതിവാക്കുക, നമുക്കൊക്കെ അറിയാവുന്ന ഒരു ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അക്തിറൂ ദിക്റ യാദൽ ജലാലി വൽ യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള ദിക്റുണ്ടല്ലോ, ആ ദിക്ർ നിങ്ങൾ അധികരിപ്പിച്ചോ. അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു പോയത് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ. പറഞ്ഞോളി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി